എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 ജൂൺ 13 വെള്ളിയാഴ്ച. 1200 എടവം 300. ഇന്നത്തെ ദിവസം പൂരാടം നക്ഷത്രമാണ്. ഏറെ സ്നേഹത്തോടുകൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റ്ചാറ്റിലേക്ക്. വടക്കൻ കേരളത്തിൽ ദിവസങ്ങളോളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ 16 വരെ വിവിധ വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക് ചുവപ്പ് മുന്നറിയിപ്പാണുള്ളത്. രാജ്യത്തെ ഏറെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം രാജ്യത്തെ മുഴുവൻ വിറങ്ങലിപ്പിച്ച ഏകദേശം 200-ന് മുകളിലുള്ള ആളുകളുടെ മരണം സംഭവിച്ച ഒരു വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 5 വിദ്യാർത്ഥികളും മരിച്ചതായി സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകളോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ. അതോടൊപ്പം ഏറെ സ്നേഹത്തോടുകൂടി ചില പ്രിയരുടെ ജന്മദിനത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു മോർണിംഗ് ചിറ്റ്ചാറ്റിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജൂൺ 13 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 164ാമത്തെ ദിവസമാണ്. ഇന്ന് VP നാരായണൻകുട്ടി മേനോൻ എന്ന പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടൻ എന്ന എല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട മേനോൻ സാറിന് MyFM 99.7 നമ്മളാം പൂക്കാലത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആദ്യകാലം മുതൽ തന്നെ പിന്തുണയുമായി നമ്മളോടൊപ്പമുള്ള VP നാരായണൻകുട്ടി മേനോൻ സാറിന് സ്നേഹത്തോടു കൂടി ജന്മദിനാശംസകൾ നേരുകയാണ്. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുകയാണ്. ഇന്നത്തെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ പോകുമ്പോൾ 1878 USS ജെന്നറ്റ് എന്ന യുദ്ധക്കപ്പൽ ആർട്ടിക് സമുദ്രത്തിന്റെ ഐസ്പാളികൾ ഇടിച്ചു തകർന്നത് ഇതേ ദിവസമായിരുന്നു. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിവരങ്ങൾ അറിയാൻ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് വാർ ഇൻഫർമേഷൻ എന്ന സംവിധാനം തുറന്നതും ഇതേ ദിവസമായിരുന്നു. 1955 മെർമൈൻ എന്ന ആദ്യത്തെ വജ്രക്കന്നി റഷ്യയിൽ കണ്ടെത്തിയതും ഇതേ ദിവസമായിരുന്നു. 1956 റയൽ മദ്രിദ് ആദ്യത്തെ യൂറോപ്യൻ ചാമ്പ്യൻസ് ക്ലബ്സ് കപ്പ് കരസ്ഥമാക്കിയ ദിവസമാണിന്ന്. 1978 ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറിയതും ഇതേ ദിവസമായിരുന്നു. 2007 അസ്കാരി പള്ളി വീണ്ടും ബോംബിനിരയായതും അങ്ങനെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അതോടൊപ്പം അമ്പിളി ദേവിയുടെ അച്ഛൻ്റെ സപ്തതിയാണെന്ന് നിങ്ങൾക്കറിയാം. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ചലച്ചിത്ര താരമാണ്, സീരിയൽ താരമാണ്. ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ്. അമ്പിളി ദേവി വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ആദ്യകാലത്ത് PRO ആയിക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് രാഷ്ട്രദീപികയ്ക്കും സിനിമാ മംഗളത്തിനും വേണ്ടിയിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും റൈറ്റപ്പ് തയ്യാറാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ചില വർക്കുകളുമായി ബന്ധപ്പെട്ട് ഏറെ സ്നേഹത്തോടു കൂടി അമ്പിളി ദേവിയുടെ അച്ഛന് സപ്തതിയുടെ ആശംസകൾ നേരുകയാണ്. ഒപ്പം ലോക ചരിത്രത്തിൽ നിന്ന് ചില ജനനങ്ങളിലേക്ക്, ചില ബർത്ത്ഡേകളിലേക്ക് പോകുമ്പോൾ 1903 സഞ്ജയൻ എന്ന എഴുത്തുകാരൻ ജനിച്ചത് ഇതേ ദിവസമായിരുന്നു. 1909 മുൻ കേരള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ ഓർമ്മദിനം കൂടിയാണെന്ന്. അതോടൊപ്പം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ സ്കോട്ടിഷ് ഊർജ തന്ത്രജ്ഞൻ 1831 ജനിച്ചതും ഇതേ ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ജന്മദിനം ഐസക് മോൻ്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മകൻ്റെ ജന്മദിനമാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ നിങ്ങൾക്കറിയാം. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ട്രാഫിക് മുതൽ ഇങ്ങോട്ട് ഒട്ടനവധി ചലച്ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ലിസ്റ്റിൻ്റെ മകൻ്റെ ജന്മദിനമാണ്. ഏറെ സ്നേഹത്തോടെ ഐസക് ലിസ്റ്റിനും ജന്മദിനാശംസകൾ നേരുകയാണ്. ഇന്നത്തെ ദിവസം 1961 ഇന്ത്യൻ ഊർജതന്ത്രജ്ഞൻ KS കൃഷ്ണൻ്റെ ചരമം ദിനം കൂടിയാണിന്ന്. ഇന്ന് ജന്മദിനം ആശംസിക്കുന്ന എല്ലാവർക്കും പത്മചേച്ചി ഇവിടെ എത്തി ആശംസകൾ അറിയിക്കുന്നുണ്ട്. നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകളെന്ന് പത്മചേച്ചി അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ പത്മചേച്ചിയെയും സ്വാഗതം ചെയ്യുകയാണ്. ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വരുമ്പോൾ കഷ്ടകാലത്തെ പഴി പറഞ്ഞ് നല്ല കാലം നോക്കിയിരിക്കുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗവും. പ്രശ്നത്തെക്കുറിച്ചുള്ള നിഷേധാത്മക ചിന്തകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പരാജയമായിരിക്കും സംഭവിക്കുക.
ശുഭാപ്തി വിശ്വാസവും ക്രിയാത്മക ചിന്തകളും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിക്കും. സങ്കീർണത നിറഞ്ഞ ഏത് പ്രശ്നത്തിൻ്റെയും യഥാർത്ഥ സ്ഥിതിയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങൾ അതിനോട് വെച്ചു പുലർത്തുന്ന മനോഭാവമാണ്. സ്വയം തിരുത്തുക വഴി നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് സത്യം. ഷാൻ ബദറുദ്ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഷാൻ ബദറുദ്ദീനെ സ്വാഗതം ചെയ്യുകയാണ്, നന്മകൾ നേരുകയാണ്. ഗുഡ് മോർണിംഗ് ഷാൻ ബദറുദ്ദീൻ. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ FM 99.7 ഇന്നലെ രാത്രിയിലത്തെ ലൈവിനും നിറഞ്ഞ പിന്തുണയാണ് നൽകിയത്. ഷാനി റാന്നി അവതരിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഗാലക്സി മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും ഈ പിന്തുണകൾക്ക് നന്ദി അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികളുമായി MyFM നിങ്ങളിലേക്ക് എത്തും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ മുഴുവൻ വല്ലാതെ വേദനിപ്പിച്ച അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം, കൊല്ലപ്പെട്ട മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി 2016 മുതൽ 2021 വരെയാണ് മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ ഗുജറാത്തിലെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു വിജയ് രൂപാണി. 2 തവണ നിയമസഭാംഗവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും ഒക്കെയായിരുന്നു അദ്ദേഹം. അഹമ്മദാബാദിനെ വിമാന ദുരന്തത്തിൽ മറ്റൊരു ഏറ്റവും വലിയ വേദന മലയാളിയായിട്ടുള്ള രഞ്ജിത ഗോപകുമാരൻ നായരുടെ മരണമാണ്. പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനി, ലണ്ടനിൽ ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ ജോലിയുടെ പുനഃക്രമീകരണവുമായിട്ടാണ് എത്തിയത്. ഇപ്പോൾ ഞാനുള്ള സലാലയിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരി. എന്തായാലും വിമാനാപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ലണ്ടനിലാണുള്ളത്. അദ്ദേഹം മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അത് ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളും അപ്രിയ സത്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി നേരിടാനാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കരുത്താവേണ്ടത്. യാഥാർത്ഥ്യങ്ങൾക്ക് ആഗ്രഹങ്ങളുമായോ അഭിലാഷങ്ങളുമായോ ഒന്നും ചിലപ്പോൾ പൊരുത്തപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല. വെളിച്ചവും ഇരുട്ടും പ്രകൃതിക്ക് അന്യമല്ലാത്തതുപോലെ ചില അനിഷ്ട സംഭവങ്ങളും അപ്രിയ സത്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകുന്നു. പ്രാർത്ഥനകളോടെ മറ്റൊരു മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ മോർണിംഗ് ചിറ്റാറ്റ് അവസാനിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.